ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനിമാരെ, ആദരണീയരായ സഹോദര വൈദികരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് അല്പസമയത്തേക്കുള്ള ഒരു അനുസ്മരണ പ്രഭാഷണമാണ്. എങ്കിലും ഗുരുക്കന്മാരായ അഭിനന്ദനായ ഉസ്താദ് തിരുമേനിയും ബഹുമാനപ്പെട്ട ജോഷുവാച്ചനും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃക അനുസരിച്ച് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ആമുഖമായി വായിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷേ ശേപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ ജീവിതവുമായി പ്രത്യക്ഷത്തിലുള്ള ബന്ധം ഈ വാക്യങ്ങൾക്ക് ഇല്ല എങ്കിലും പരോക്ഷമായിട്ട് ഈ വാക്യങ്ങൾക്ക് ബന്ധമാണ്. ഞാൻ ആ വാക്യങ്ങൾ തെരഞ്ഞെടുത്തത്. ശേപ്പാട് തിരുമേനി നമ്മളോട് പറയുന്നു എന്നുള്ള നിലയിൽ ഞാൻ ആ വേദവാക്യങ്ങളെ ഒന്ന് മാറ്റി വായിക്കുകയാണ്. ആരുടെയും കയ്യിൽ വേദപുസ്തകം ഇല്ലാത്തത് കൊണ്ട് മാറ്റി വായിച്ചാലും മാറ്റാതെ വായിച്ചാലും രണ്ടും ഒരുപോലെയാണ്. ഏതായാലും ചിലരുടെയിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. തീമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളാണ്. മുഴുവനും വായിക്കുന്നില്ല, സമയ പരിമിതി ഉണ്ടല്ലോ. ചേപ്പാട്ട് തിരുമേനി നമ്മളോട് പറയുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിങ്ങളെ സ്മരിച്ചു, നിങ്ങളുടെ കണ്ണുനീർ ഓർത്തും നിങ്ങളെ കണ്ട് സന്തോഷപൂർണരാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവികരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം നിങ്ങളുടെ വല്യമ്മമാരിലും അമ്മമാരിലും ഉണ്ടായിരുന്നു, നിങ്ങളിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുപോലെയുള്ള ആശയങ്ങളാണ് പിന്നെയും താഴോട്ട് പറയുന്നത്. ഒടുവിലത്തെ 1-2 വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പഥ്യവചനം നിങ്ങൾ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. വേദപുസ്തക പരിചയം അല്പമുള്ളവർക്കറിയാം, തീമോത്തിയോസിന് വ്യക്തിപരമായി എഴുതിയ ലേഖനത്തിലെ ആശയങ്ങളാണ്. നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസത്തെ അവിടെ പരാമർശിച്ചിരിക്കുന്നു. തീമോത്തിയോസിന് എഴുതിയതാണ്. ഇത് പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതുമ്പോഴേ ഞാൻ ഈ വായിച്ച വാക്യങ്ങൾ ചേപ്പാട്ട് തിരുമേനി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചേപ്പാട്ട് തിരുമേനിയുടെ ഓർമ്മയിൽ ഈ അനുസ്മരണ പ്രഭാഷണം ഞാൻ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഒരു കണക്കിന് സന്തോഷമാണ്. മറുവശത്ത് ചേപ്പാട്ട് തിരുമേനിയെ കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ചില ആശയങ്ങളല്ലാതെ പുതിയത് എന്താണ് പറയാനുള്ളതെന്നുള്ള ആലോചനയും അലട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട എബി ഫിലിപ്പിച്ചനായിരുന്നു പ്രസംഗിച്ചത്. ഇന്ന് ഞാൻ പ്രസംഗം ഏറ്റപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് 2 കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയാനാണ്. ഒന്ന്, ചേപ്പാട്ട് തിരുമേനിയും കോട്ടയം പഴയ സെമിനാരിയും തമ്മിലുള്ള ബന്ധം. രണ്ടാമത്, പൗലോസ്ലീഹ തീമോത്തിയോസിനെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച കാര്യം. ഉപനിധി, സത്യവിശ്വാസം നീ ശക്തമായി കാത്തുകൊള്ളുമെന്നുള്ള എൻ്റെ ഉറപ്പ്. ചേപ്പാട്ട് തിരുമേനി നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഒരു ഉറപ്പാണ്. അത് നമ്മിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത. ഈ 2 കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ കൃപയാലും
ചേപ്പാട് തിരുമേനിയുടെ മധ്യസ്ഥതയും തീർച്ചയായും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേപ്പാട് തിരുമേനി 25 വർഷക്കാലം മെത്രാപ്പോലീത്തായിരുന്ന സഭയെ ഭരിച്ച ആ സ്ഥാപനത്തിൽ ഒരു എളിയ ശുശ്രൂഷക്കാരനായി ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങൾ 3 ദശകങ്ങൾക്ക് അധികമായി. അടുത്ത സമയത്ത് അതിൻ്റെ പ്രധാനമായ ഒരു ശുശ്രൂഷയും 3-4 മാസങ്ങളായിട്ട് ഞാൻ നിർവഹിക്കുന്നു. ചേപ്പാട് തിരുമേനി 25 വർഷക്കാലം പഴയ സെമിനാരിയിൽ താമസിച്ചാണ് മലങ്കര മെത്രാപ്പോലീത്തയായി ഭരണം നടത്തിയത്. ചേപ്പാട് തിരുമേനി അവിടെ താമസിക്കുന്ന കാലഘട്ടം വളരെ വ്യത്യസ്തമായ കാലഘട്ടമാണ്. സെമിനാരി ഉണ്ടായതിനു ശേഷം 10 വർഷം കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ അദ്ദേഹം താമസിക്കാൻ തുടങ്ങി. 1815 സെമിനാരിയുടെ പൂർത്തീകരണം. ഇപ്പോൾ 2015 അതിന്റെ ദ്വിശതാബ്ദി, 200 വർഷത്തിന്റെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എങ്കിലും 200 വർഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. നവംബർ മാസം 26-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം ചീഫ് മിനിസ്റ്റർ അതിന്റെ ഉദ്ഘാടനം നടത്തി. നവംബർ മാസം 26-ാം തീയതി, അടുത്ത മാസം 26-ാം തീയതി സ്ഥാപകന്റെ ഓർമ്മയും പൗലോസ് മാർ ദീവർഷിമിനുടെ ഓർമ്മയും ഒരുമിച്ച് നടത്തപ്പെടുന്ന ആ വേളകൾ അതിന് സമാപന സമ്മേളനം നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. കേരള ഗവർണർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും ചേപ്പാടും കോട്ടയവും തമ്മിൽ, സെമിനാരിയും തമ്മിൽ ചേപ്പാട് തിരുമേനിയിൽ കൂടെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ് ആ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കണമെന്ന്. അത് ആ ബന്ധത്തെ ഒന്ന് സൂചിപ്പിക്കാൻ കൂടെ ഞാൻ പറയുകയായി. ഈ ചേപ്പാട് തിരുമേനി കോട്ടയത്ത് താമസിച്ച് ഞാൻ ഓർക്കുന്നത് ഒരു കണക്കിന് അവിടെ കബറടങ്ങേണ്ട ഒരു തിരുമേനിയാണ്. സെമിനാരിയുടെ സ്ഥാപകൻ ദിവന്യാസിയോസ് രണ്ടാമൻ, ദിവന്യാസിയോസ് ഒന്നാമൻ എന്നുള്ള പേര് മാർത്തോമ 6-ാമന് കൊടുത്തതുകൊണ്ട് ദിവന്യാസിയോസ് പരമ്പരയിൽ 2 മുതലാണ് ആരംഭം. 2-ാമൻ തിരുമേനിയാണ് പഴയ സെമിനാരി സ്ഥാപിച്ചത്. അദ്ദേഹം മെത്രാപ്പോലീത്തയായി അധിക നാള് ഇരുന്നില്ല. അദ്ദേഹം കാലം ചെയ്ത് പഴയ സെമിനാരിയിൽ കബറടങ്ങി. അതാണ് പഴയ സെമിനാരിക്ക് അകത്തുള്ള കബറട. പിന്നീട് വന്ന 3-ാമത്തെ ദിവന്യാസിയോസ് പുന്നത്ര ദിവന്യാസിയോസ്. പുന്നത്രമാർ ദിവന്യാസിയോസിന്റെ കാലത്ത് മിഷണറിമാര് സെമിനാരിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ മിഷണറിമാര് പഠിപ്പിക്കാൻ തുടങ്ങിയ ആ മിഷണറിമാരുമായിട്ട് പുന്നത്രമാർ ദിവന്യാസിയോസ് തിരുമേനിക്ക് ചേർന്നു പോകാനായിട്ട് വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം പഴയ സെമിനാരിയിൽ താമസിച്ചില്ല. അദ്ദേഹം കോട്ടയം ചെറിയ പള്ളിക്കാരനായിരുന്നു. അതുകൊണ്ട് ചെറിയ പള്ളിയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടാണ് മലങ്കര സഭ ഭരിച്ചത്. അദ്ദേഹം കാലം ചെയ്തു, ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ കബറടക്കി. പിന്നീടാണ് 1725 ചേപ്പാട് തിരുമേനി മലങ്കര മെത്രാപ്പോലീത്തായത്. മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തിൽ പഴയ സെമിനാരിയിൽ പഠനങ്ങളൊക്കെ നടക്കുന്നു. 25 വർഷക്കാലം ചേപ്പാട് തിരുമേനി പഴയ സെമിനാരിയിൽ താമസിച്ചുകൊണ്ടാണ് ഈ മലങ്കര സഭയെ നയിച്ചത്. ഞാൻ വെറുതെ ഓർക്കുകയാണ്, ഇംഗ്ലീഷിൽ പരന്തറ്റിക്കൽ എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ചേപ്പാട് തിരുമേനി രാജിവെക്കാതെ ജീവിത അന്ത്യം വരെയും മലങ്കര മെത്രാപ്പോലീത്ത ആയി ഇരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കബറിടം ചേപ്പാട്ട് വരികയില്ലായിരുന്നു. പഴയ സെമിനാരിയിലായിരുന്നുവെങ്കിൽ ചേപ്പാട് തിരുമേനിയുടെ കബറിടം. കാരണം തിരുമേനിക്ക് ശേഷം വന്ന 5-ാമനും 6-ാമനും കബറടങ്ങിയിരിക്കുന്നത് നമ്മുടെ പഴയ സെമിനാരിയിലാണ്. ചേപ്പാട് തിരുമേനിക്ക് ശേഷം വന്ന പുലിക്കോട്ടയിൽ ദിവന്യാസിയോസ് 5-ാമൻ ദീർഘകാലം സഭയെ നയിച്ചു. അദ്ദേഹത്തിന്റെ കബറിടം പഴയ സെമിനാരിയുടെ വടക്കുവശത്തും. അദ്ദേഹം കബറടങ്ങിയത് അവിടെയാണ്. അതുപോലെ തന്നെ പിന്നീട് അടുത്ത കാലത്ത് പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട പട്ടിശ്ശേരി മാർ ദിവന്യാസിയോസ് 6-ാമനാണ്. അദ്ദേഹം പഴയ സെമിനാരി കേന്ദ്രമാക്കി ഭരിച്ചു. അദ്ദേഹവും പഴയ സെമിനാരിയിൽ കബറടങ്ങി. ചേപ്പാട് തിരുമേനിയും
രാജി അല്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞ് അവസാനത്തെ 5 വർഷക്കാലം ചേപ്പാട്ട് വന്ന് താമസിച്ചത് കൊണ്ടാണ് ചേപ്പാട്ട് തിരുമേനിയുടെ ഖബറിടം ഇവിടെ ഉണ്ടായത്. ഇല്ലെങ്കിൽ സഭയുടെ ചരിത്രം മറ്റ് മുൻപും പിൻപും ഉള്ളത് കൂട്ടി വായിക്കുകയാണെങ്കിൽ ചേപ്പാട്ട് തിരുമേനി കോട്ടയം സെമിനാരിയിൽ ഖബറിടം കണ്ട ഒരു പിതാവാണ്. അത് എന്തായിരുന്നു ഒക്കെ ഉള്ള ദൈവനിശ്ചയമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ചേപ്പാട്ടുകാർക്ക് ചേപ്പാട്ട് തിരുമേനിയുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആത്മാവിന് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പറയാൻ അത്രയും വേദശാസ്ത്രം എനിക്കില്ല. ആത്മാക്കൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. ആത്മാക്കൾക്ക് ദുഃഖമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, വ്യക്തമായ മറുപടി എനിക്കില്ല. ദുഃഖമുണ്ടെങ്കിൽ തിരുമേനിയുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള ചുമതല നിങ്ങൾക്ക് മേടിക്കുന്നു. ഈ ഖബറിടം ഇവിടെ വരേണ്ടതല്ല. ഈ ഖബറിടം ഇവിടെ വന്നതിന് പിറകിൽ ദൈവത്തിന്റെ നിശ്ചയമുണ്ടായിരിക്കും. പക്ഷേ ദുഃഖിപ്പിക്കാനിടയാകില്ല. ചേപ്പാട്ട് പള്ളിയിലെ വിശ്വാസികൾക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വമാണ്. അത് ഓർപ്പിക്കാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം നിങ്ങളും ഞാനും എടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വർഷം ഈ പെരുന്നാളിനോട് ചേർന്ന് വന്നവരെല്ലാം സെമിനാരിയിൽ നിന്ന് വന്നവരായി. ബഹുമാനപ്പെട്ട ജോഷുവാച്ചന് എത്തിച്ചേരാൻ ഒത്തില്ല. റെജി മാത്യുവച്ചനാണ് ശ്രീ സമാജത്തിന് ക്ലാസ് എടുത്തത്. സെമിനാരിയിൽ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ കൊളീഗാണ്, സഹപ്രവർത്തകനാണ്. ഇന്നലെ പ്രസംഗിച്ച ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ എൻ്റെ വിദ്യാർത്ഥിയാണ്, എൻ്റെ സഹോദരപുത്രനാണ്. ഇപ്പോൾ എന്നോടുകൂടെ സെമിനാരിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്ന് രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ച യൂഹാനോൻ അറമ്പാച്ചൻ, അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചതാണ്. എൻ്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ സെമിനാരിയിൽ വാർഡനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് അല്പം പ്രയാസം മനസ്സിലുണ്ട്. അതൊന്നും ഞാൻ കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ചില കാര്യങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റമ്പാച്ചൻ കാണുകയുണ്ടായി. ഞങ്ങളുടെ വൈദിക സെമിനാരിയിൽ അധ്യാപകര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിനാണ്. ഉച്ചയ്ക്കും സന്ധ്യയിലും കുട്ടികളുടെ കൂടെയാണ് ആഹാരം കഴിക്കുന്നത്. ഇന്ന് രാവിലെ പ്രഭാതത്തിന് അധ്യാപകര് മാത്രം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ലോക വർത്തമാനമൊക്കെ പറയാനായിട്ട്. അതുപോലെ 4 മണിക്ക് കാപ്പി കുടിക്കുമ്പോൾ പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നത് പള്ളികളിലെ ചില വിഷയങ്ങളൊക്കെയാണ്. അതൊക്കെ ആരെങ്കിലും ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ നടന്നു, ഇങ്ങനെ പള്ളിയിൽ ഇത് നടന്നു എന്നൊക്കെയുള്ളത് വിഷയങ്ങൾ സംസാരിക്കും. എനിക്ക് നാളെ സെമിനാരിലോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അല്പം ഭയമുണ്ട്. റമ്പാച്ചൻ ചേപ്പാട്ട് തിരുമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളി മാത്രമല്ല, എൻ്റെ അല്പം അഹന്തയും കൂടെ നിങ്ങൾ കണക്കിലെടുത്തുകൊള്ളുക. പ്രിൻസിപ്പൽ അച്ഛന്റെ പള്ളിയും കൂടെയാണ്. ആ പ്രിൻസിപ്പൽ അച്ഛന്റെ പള്ളി, ചേപ്പാട്ട് തിരുമേനി ഖബറിടങ്ങിയ പള്ളി, ആ പെരുന്നാളിന്റെ അന്തസത്ത, അതിന്റെ ആത്മീയമായ അനുഭവത്തിൽ നടത്തപ്പെടുന്നില്ല എന്നുള്ളൊരു ചർച്ച ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ചേപ്പാട്ടുകാരുടെ സൽബുദ്ധിക്ക് ഇത്രയും മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ഖബറിടം ഇവിടെ ഉണ്ടായത് ദൈവത്തിന്റെ നടത്തിപ്പാണ്. ചേപ്പാടത്തിന് വേണ്ടി ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാകുവാൻ ആരായാലും ശ്രമിക്കണം. വളരെ ഗൗരവമായിട്ട് അതെടുക്കണമെന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് പഴയ സെമിനാരിയും ഈ ചേപ്പാട്ട് തിരുമേനിയുള്ള ബന്ധം വളരെ ആഴമേറിയൊരു ബന്ധമാണ്. അത് സ്മരിച്ചുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് മാത്രം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ചേപ്പാട്ട് തിരുമേനിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1836 മാവേലിക്കര പടിയാവിലെയും സഭയുടെ സത്യവിശ്വാസം സംരക്ഷിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും കൊച്ചു കുഞ്ഞിന് പോലും ചേപ്പാട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ചിലരെങ്കിലും അതിനേക്കാൾ അറിയാവുന്നവരും വായിച്ചിട്ടുള്ളവരും ഒക്കെ ഇവിടെ കാണും. പക്ഷേ അധികം പേരും മനസ്സിലാക്കാത്ത 1-2 കൊച്ചു കാര്യങ്ങൾ അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. ചേപ്പാട്ട് തിരുമേനി ഈ വിശ്വാസ സംരക്ഷണം എങ്ങനെയാണ് നടത്തിയത്
അന്ന് ജയപാൽ തിരുമേനിക്ക് വിശ്വാസദർശനം നടത്താൻ എന്താണ് തിരുമേനിയുടെ കയ്യിലുണ്ടായിരുന്നത്? ഒന്നുമില്ലായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ഇന്നതാണെന്ന് എഴുതിയിട്ടുള്ള ഒരു കടലാസ് പോലും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു മലങ്കര സഭയുടെയും നമ്മൾ തിരിച്ചറിയണം. പിന്നെ എങ്ങനെ തിരുമേനി വിശ്വാസം സംരക്ഷിച്ചത്? അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്കറിയാമോ മലങ്കര സഭയുടെ വിശ്വാസം എന്താണെന്ന് ആദ്യമായിട്ടൊരു പുസ്തകം ഉണ്ടാകുന്നത്? ഒരു ചെറിയ കൈപ്പുസ്തകമാണ്. ആ പുസ്തകം ഉണ്ടാകുന്നത് 1898 ജയപാൽ തിരുമേനി കാലം ചെയ്ത് പിന്നെയും 33 വർഷങ്ങൾ കഴിഞ്ഞിട്ട് മലങ്കര സഭാഭാസകൻ വട്ടിശ്ശേരി തിരുമേനി എഴുതിയ മതോപദേശ സാരങ്ങളാണ് നമ്മുടെ സഭയുടെ വിശ്വാസത്തെ കുറിച്ച് ആദ്യമായി 2000 വർഷം പഴക്കമുള്ള സഭയ്ക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു കൈപ്പുസ്തകം. അതിനു മുമ്പ് ജയപാൽ തിരുമേനിക്ക് റെഫർ ചെയ്യാൻ ഒരു പുസ്തകമില്ല, ഒരു ലേഖനമില്ല, ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലുമില്ല. പിന്നെ എങ്ങനെ ജയപാൽ തിരുമേനി വിശ്വാസം സംരക്ഷിച്ചത്? 2 അടിസ്ഥാനങ്ങളായെടുത്തത്. ഒന്ന്, റോമാക്കാരുടെ നമ്മുടെ വിശ്വാസമല്ല, അത് നമ്മൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. അതായത് ഈ കൂനൻകുരിശ് സത്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന ഉദയംപേരൂർ സെന്റ് ഉണ്ടായപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്താണെന്ന് വിശദീകരിക്കാനൊന്നും ഇവിടെ യാതൊരു വിധമായിട്ടുള്ള ഒന്നും തന്നെയില്ല. പുസ്തകങ്ങളുമില്ല, പഠിപ്പീരുമില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നറിയാമായിരുന്നു, പോർച്ചുഗീസുകാരുടെ വിശ്വാസമല്ല ഞങ്ങളുടെ വിശ്വാസം, പറങ്കികളുടെ വിശ്വാസമല്ല ഞങ്ങളുടേത്, പത്രോസിന്റെ മാർഗമല്ല ഞങ്ങളുടെ മാർഗം. ഞങ്ങളുടെ മാർഗം തോമായുടെ മാർഗമാണ്. നമ്മുടെ പൂർവികർക്ക് അത്രേ അറിയത്തുള്ളായിരുന്നു. തോമായുടെ മാർഗമാണ് ഭാരത ക്രിസ്ത്യാനികളുടെ മാർഗമെന്ന് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അതിന്റെ ഡോഗ്മ എന്താണ്, ഇതൊന്നും നമ്മുടെ പൂർവികർക്ക് അത്രയൊന്നും വശമില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മള് കൂനൻകുരിശ് സത്യത്തിൽ കൂടെ പത്രോസിന്റെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ മാർഗത്തെ നമ്മൾ വിടിച്ച് തോമായുടെ മാർഗത്തിൽ ഉറച്ചു നിന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് മിഷണറിമാര് വന്നു കഴിഞ്ഞിട്ട് 1815 മിഷണറിമാര് സെമിനാരിയിൽ പഠിപ്പിച്ച് അവരാദ്യം ആഗ്രഹിച്ചതെന്നറിയാമോ? വൈദികരിൽ കൂടെ ഈ സഭയെ ഒന്ന് നവീകരിക്കാം. അങ്ങനെയാണ് തോമസ് നോർട്ടനും ബെഞ്ചമിൻ ഫെയിലിയും ബേക്കർ ഫെയിലും ഒക്കെ സെമിനാരി പഠിപ്പിക്കാൻ തുടങ്ങി. വൈദികരെ പഠിപ്പിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതോടൊപ്പം വേദശാസ്ത്രവും ഒക്കെ പഠിക്കുമ്പോഴേ തീർച്ചയായും അല്പസ്വാധീനം വൈദികരിലുണ്ടാവും. പക്ഷെ 153 വൈദികർ, അതിനെക്കുറിച്ച് പ്രത്യേകം കണക്കുണ്ട്. 1815 മുതൽ 1936 വരെ 153 വൈദികർ പഴയ സെമിനാരി കൂടെ പഠിച്ചിറങ്ങി. അതിൽ 2-3 പേർക്ക് മാത്രമേ നവീകരണ ആശയങ്ങളോട് ആഭിമുഖ്യം ഉണ്ടായു. അതിലൊരാണ് പാലക്കുന്നത്ത് മൽപ്പാൻ. ആദ്യം സെമിനാരി പഠിച്ചു, പിന്നെ അദ്ദേഹം മൽപ്പാനായിട്ട് മാറി. അങ്ങനെ 2-3 പേർക്ക് മാത്രമേ 153 വൈദികരിൽ 2-3 വൈദികർക്ക് മാത്രമേ ഈ പാശ്ചാത്യ സഭയുടെ വിശ്വാസത്തെ കുറിച്ചൊരു സ്വാധീനം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഉണ്ടായില്ല. അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തു മിഷണറിമാര്. അന്നേരമാണ് കൽക്കട്ടയിൽ നിന്ന് ബിഷപ്പ് വിൽസൺ ഇവിടെ വന്നിട്ട്, ഇനി ഈ വൈദികരെ ഇങ്ങനെ പഠിപ്പിച്ച് അതിൽ കൂടെ ഈ സഭയെ നവീകരിക്കാമെന്നും അതോടൊപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ചില അധികാര മോഹങ്ങളും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ഒരുമിച്ച അതിന്റെ റെക്കോർഡുകളൊക്കെ വായിക്കുമ്പോൾ നവീകരണം മാത്രമല്ലായിരുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി ഇവിടുത്തെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും ഇത് രണ്ടും നടന്നില്ല. നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് നേരിട്ട് 6 നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് ചേപ്പാട് തിരുമേനിയെ കൊണ്ട് അംഗീകരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴാണ് ചേപ്പാട് തിരുമേനി 1836 മാവേലിക്കര വെച്ച് സമ്മേളനം വിളിച്ചു കൂട്ടിയത്. മാവേലിക്കര പടിയോല. ചരിത്രകാരന്മാരൊക്കെ സെമിനാരി പഠിപ്പിക്കുന്ന ചില ചരിത്രകാരന്മാരും
ചേപ്പാട് തിരുമേനിയാണ് അന്ത്യോക്യ ബന്ധത്തിന് ഇവിടെ ഇടയാക്കിയെന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഞാൻ ചരിത്രകാരനല്ല, എങ്കിലും ഞാൻ ചേപ്പാട്ടുകാരൻ കൂടി ആയതുകൊണ്ടായിരിക്കാം ഞാൻ പലപ്പോഴും ആ ചരിത്രത്തെ കുറച്ചുകൂടെ എന്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് അല്പം ക്രിറ്റിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് നോക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴാ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറയും, ചിലപ്പോൾ എല്ലാവരും ചിന്തിച്ചു കാണത്തില്ലായിരിക്കും. ചേപ്പാട് തിരുമേനിക്ക് സത്യവിശ്വാസം സംരക്ഷിക്കാൻ എന്ത് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നതോ? ഒന്നുമില്ലായിരുന്നു. ആരാധനാക്രമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. സഭയുടെ വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു കൈപ്പുസ്തകം ഇവിടെ ഇല്ല. ആരാധനാക്രമം മാത്രമേ ഉള്ളൂ. അതും ആരാധന എങ്ങനെയുള്ളതാ? സുറിയാനിയിലുള്ള ആരാധന. ഈ ആരാധനയിൽ സഭയുടെ വേദശാസ്ത്രം, നമുക്കറിയാം, നമ്മുടെ സഭയുടെ വേദശാസ്ത്രം എഴുതപ്പെട്ടതിനേക്കാൾ ആദ്യം ഉണ്ടായത് അതിന്റെ ആരാധനാക്രമങ്ങളിൽ. പിന്നെ ആരാധനാക്രമങ്ങളിൽ നിന്നാണ് അതിന്റെ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഫോർമേഷനൊക്കെ വന്നത്. ആരാധനയിലാണ് നമ്മുടെ വേദശാസ്ത്രം കിടക്കുന്നത്. ഈ ആരാധന ആരുടേതാ? അത് സുറിയാനിക്കാരുടേതാ. അതുകൊണ്ട് തിരുമേനിക്ക് സത്യവിശ്വാസം സംരക്ഷിക്കാൻ, തോമായുടെ മാർഗം സംരക്ഷിക്കാൻ വേറെ ഒന്നുമില്ല, ആരാധനാക്രമങ്ങളേ ഉള്ളൂ. ഈ ആരാധനാക്രമങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ബന്ധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അന്ത്യോക്യൻ പാത്രികീസിൽ നിന്നായതുകൊണ്ട്, അല്ലെങ്കിൽ അന്ത്യോക്യക്കാരിൽ നിന്നായതുകൊണ്ട്, അപ്പോഴേക്കും ഇവിടെ വെസ്റ്റ് സിറിയ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സുറിയാനി ഇവിടെ കുറെയൊക്കെ ആയി കഴിഞ്ഞു അപ്പോഴേക്കും. അതുകൊണ്ട് തിരുമേനിക്ക് ആ സത്യവിശ്വാസത്തിന്റെ ആധാരം പറയണ്ടായോ? ഇന്ന് നമുക്ക് സത്യവിശ്വാസത്തിന് ആധാരം പറയാൻ അനേക പുസ്തകങ്ങളുണ്ട്. മതോപദേശകരും സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. എന്തിനാ? സൺഡേ സ്കൂൾ പുസ്തകം വായിച്ചാൽ, 12 ക്ലാസ്സുകൾ പഠിച്ചാൽ സഭയുടെ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ കിടപ്പുണ്ട്, ദിവ്യബോധന പുസ്തകങ്ങൾ കിടപ്പുണ്ട്. 1836 ഇതിലെ ഒരു കടലാസ് പോലും ഇല്ലാത്ത കാലമാണ്. അവിടെ തിരുമേനിക്ക് സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ആരാധന ക്രമങ്ങളുമായി ബന്ധമുള്ള പാത്രികീസുമായി അല്ലെങ്കിൽ സുറിയാനി സഭയുമായുള്ള ബന്ധത്തിലായത് ഞങ്ങൾക്ക് ഈ വിശ്വാസത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പടിയോലയിൽ എഴുതി വെക്കുകയായിരുന്നു. അതുകൊണ്ട് അന്ത്യോക്യൻ പാത്രികീസിന്റെ അധീശത്വം ഒന്നും ചേപ്പാട് തിരുമേനി ആഗ്രഹിച്ചിട്ടുമില്ല, തിരുമേനി അതുള്ളിൽ കണ്ടിട്ടുമില്ല. പക്ഷെ തിരുമേനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, തോമായുടെ മാർഗം സംരക്ഷിക്കണം. ഈ സഭ പോർച്ചുഗീസ് പാരമ്പര്യത്തിലുള്ളതല്ല, ഈ സഭ നവീകരണ പാരമ്പര്യത്തിലുള്ളതല്ല, ഈ സഭ തോമായുടെ മാർഗത്തിലാണ്. തോമായുടെ മാർഗം സംരക്ഷിക്കാൻ നമുക്കുണ്ടായിരുന്നത് ആരാധനക്രമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ആ ആരാധനക്രമങ്ങളുള്ള സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പടിയോലയിൽ എഴുതി വെച്ചു. അതുകൊണ്ട് അന്ത്യോക്യൻ അധീശത്വമൊന്നും അല്ല ചേപ്പാട് തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്നത്, തോമായുടെ മാർഗത്തിന്റെ തനത് സംരക്ഷിക്കുക. അവിടെയാണ് ഇന്ന് സഭയ്ക്കുള്ള വെല്ലുവിളി. നമ്മൾ ആ തനത് മാർഗത്തിലാണോ പോകുന്നത്? അത് സ്വയം ഒന്ന് ആലോചിക്കാൻ ഓരോരുത്തർക്കും ഓരോന്ന് പ്രധാനമാണ്. യൂത്ത് ലീഗുകാർക്ക് ഘോഷയാത്ര നടന്നാൽ മതി, പ്രസംഗം നടക്കുന്നവർക്ക് ആ പ്രസംഗം കേൾക്കുന്നത് ഒരു ആവശ്യമാണെന്ന ചിന്ത അവർക്കില്ല. അതൊക്കെയാണ് സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യാതെ പോകുന്നത് കൊണ്ട് ഇതുപോലെയുള്ള വൈകല്യങ്ങൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഒരു 1-2 കൊച്ചി എന്തുകൊണ്ട് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ സത്യവിശ്വാസ സംരക്ഷണം എന്നുള്ളത് സത്യത്തിൽ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ, എല്ലാവരും മുദ്രാവാക്യം വിളിക്കും, മാർത്തവമായിട്ട് ദീപശിഖ, ആളിപ്പടരം ദീപശിഖ, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. എന്തോ ദീപശിഖ, എന്തോ അർത്ഥത്തിലായി പറയുന്നേ? കുറെ മുദ്രാവാക്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്, അതങ്ങ് വിളിച്ചുകൊണ്ടായോ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സത്യവിശ്വാസം പോർച്ചുഗീസുകാരുടെ മാർഗവുമല്ല, പ്രൊട്ടസ്റ്റന്റുകാരുടെ മാർഗവുമല്ല. പക്ഷേ ഇന്ന് ഈ സഭയെക്കുറിച്ച്
വളരെ ഓറിയന്റൽ സഭകളുമായും ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകളുമായിട്ടും ബന്ധമുള്ള വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എനിക്ക് അത്രയുള്ള ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ സെമിനാരിലായതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇത്രയും പൊള്യൂട്ടഡ് ആയ ഒരു സഭ വേറെയില്ല. നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ രണ്ട് ഘടകങ്ങൾ കടന്നിരിക്കുക. ഒന്ന് പോർച്ചുഗീസുകാരുടെ ഘടകങ്ങൾ, മറ്റൊന്ന് പ്രോട്ടസ്റ്റന്റുകാരുടെ. ഇത് രണ്ടും കൂടെ ചേർന്ന് അവിയല് പരുവത്തിൽ ഇന്ന് ഓർത്തഡോക്സി ആയിരിക്കുക. ചേപ്പാതിരിയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോഴേ ഈ കലർപ്പിനെയൊക്കെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. സത്യവിശ്വാസം സംരക്ഷിക്കാൻ എന്താ സത്യവിശ്വാസം എന്നുള്ളത് തിരിച്ചറിയണം. പോർച്ചുഗീസുകാരുടെ കലർപ്പ് പാശ്ചാത്യരുടെ കത്തോലിക്കരുടെ ഒത്തിരി ഉണ്ട്. ഇതിപ്പോ ഞാൻ ഒരു ദിവസം പറയുന്നതുകൊണ്ട് അതൊന്നും മാറ്റാനൊന്നും ഒക്കുന്നതല്ല, പക്ഷെ ചിന്തിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഈ 5 ത്രോണോസുകളുണ്ടല്ലോ, ഇത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ടതല്ല, ഇത് കത്തോലിക്ക പാരമ്പര്യമാണ്. കത്തോലിക്ക സഭയില് എല്ലാ വൈദികർക്കും വിശുദ്ധ കുർബാന അർപ്പിക്കണം എല്ലാ ദിവസവും. അതുകൊണ്ട് അവർ എളുപ്പത്തിൽ ചെയ്ത ഒരു മാർഗമാണ്, ഒരാൾ മുമ്പിൽ ഇന്ന് കുർബാന അർപ്പിക്കും. ചില കത്തോലിക്ക പള്ളിയിൽ 5 ഒന്നുമല്ല, 10ഉം 30ഉം ത്രോണോസുകളുള്ള വലിയ ബസിലിക്കാറുണ്ട്. അപ്പൊ ഒരാൾ ബലി അർപ്പിക്കുമ്പോൾ ബാക്കി എല്ലാവരും വന്ന് ഓരോരോ ത്രോണോസിൽ നിൽക്കും. ഇത് കത്തോലിക്ക പാരമ്പര്യമാണ്. ഈ റാസയോ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതല്ല. നമ്മുടെ വിചാരിച്ച ഓർത്തഡോക്സ് ആണെന്നാ. നമ്മുടെ ഓർത്തഡോക്സ് നമ്മുടെ ആരാധനക്രമങ്ങൾ എടുത്ത് നോക്കുക. റോബിയോടുള്ള റാസ നമ്മുടെ ആരാധനക്രമത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ടോ? പെങ്കീസ പുസ്തകങ്ങൾ എടുത്തു നോക്കുക, ആരാധന പുസ്തകങ്ങൾ എടുത്തു നോക്കുക. നമുക്കുള്ളത് ആരാധനയോട് ചേർന്ന് പള്ളിക്കുള്ള ചുറ്റിലുള്ള പ്രദക്ഷിണം മാത്രമേ ഉള്ളൂ. ഓശാന പെരുന്നാളുണ്ട്, ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, ഈസ്റ്ററിനുണ്ട്, ജനന പെരുന്നാളിനുണ്ട്. അപ്പൊ ഈ പള്ളിക്ക് ചുറ്റുമുള്ള ആരാധനയോട് ചേർന്നുള്ള പ്രദക്ഷിണമല്ലാതെ ഈ നാട് മുഴുവനുള്ള പ്രദക്ഷിണം പൗത്രീസുകാരുടെ സംഭാവനയാണ്. ഈ ബാൻഡും കൊത്തും ചെണ്ടയും മേളവും നമ്മൾ ചേർക്കുക. ഈ ബാൻഡും ഇതെല്ലാം ആരുടെയാ? പോർച്ചുഗീസുകാരുടെയാ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ എല്ലാം പോർച്ചുഗീസുകാരുടെയാ. ഒട്ടേറെ ഘടകങ്ങൾ, 8 നോയമ്പ്, 8 ദിവസം കുർബാന, ഇതൊക്കെ ആരുടെയാ? ജനന പെരുന്നാൾ, കന്യാമറിയാണ്ട് ജനന പെരുന്നാൾ ആരുടെയാ? ഇതെല്ലാം പാശ്ചാത്യരുടെയാ, പോർച്ചുഗീസുകാരുടെയാ, കത്തോലിക്കരുടെയാ. അതെല്ലാം നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചു. പിന്നെ ഉള്ളതോ പ്രോട്ടസ്റ്റന്റുകാരുടെ മുഴുവനും അതും കുറെ സ്വീകരിച്ചു. ഇത് നമ്മുടെ ദേവാലയങ്ങളുണ്ടല്ലോ, എന്തെല്ലാം പ്രോട്ടസ്റ്റന്റ് അനുകരണങ്ങളാണ് ഈ സഭയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രോട്ടസ്റ്റന്റുകാരുടെ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കാം. നവീകരണം, മാർട്ടിൻ ലൂഥറിന്റെ നവീകരണത്തില് അല്പം കൂടെയെങ്കിലും വേദശാസ്ത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലിബറൽ പ്രോട്ടസ്റ്റാന്റിസം ഉണ്ടായി. ലിബറൽ പ്രോട്ടസ്റ്റാന്റിസം, വളരെ ഉദാരമായ പ്രോട്ടസ്റ്റാന്റിസം. അതിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? ഷ്ലെയർമാർക്ക് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ് ആ പ്രോട്ടസ്റ്റാന്റിസത്തിന്റെ അടിസ്ഥാനം കൊടുത്തത്. എന്താണെന്നറിയാമോ? പാടുമ്പോൾ ആരാധിക്കുമ്പോൾ ഉള്ളിൽ ആഹ്ലാദം കിട്ടണം. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വെച്ച് പാട്ട് പാടി പാട്ടിൽ കൂടെ ഉല്ലാസം കിട്ടുമ്പോൾ അത് ദൈവിക അനുഭവമാണെന്ന് വ്യാഖ്യാനിക്കുന്ന അവനവന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ച ഒരടിസ്ഥാനം. അതുകൊണ്ടാണ് പ്രോട്ടസ്റ്റാന്റിസത്തിൽ പിന്നീട് 100 സഭകളുണ്ടായി. എല്ലാവരും വാളെടുക്കുന്നതെല്ലാം വിളിച്ച് പാടും. പിന്നെ ഇപ്പോഴുണ്ടായ ന്യൂ ജനറേഷൻ ചർച്ചിലാണ് പ്രോസ്പെരിറ്റി തിയോളജി. ആ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് സമൃദ്ധിയുടെ സുവിശേഷം. ദൈവത്തെ കൂടുതൽ വിളിക്കുമ്പോൾ കൂടുതൽ പണം ഉണ്ടാകും, കൂടുതൽ ഉയർച്ച ഉണ്ടാകും, കൂടുതൽ സമൃദ്ധി ഉണ്ടാകും. ഇതൊന്നും ഓർത്തഡോക്സി അല്ല. ഓർത്തഡോക്സിക്ക് 2 അടിസ്ഥാനങ്ങളുണ്ട്. ഡോഗ്മാറ്റിക് അടിസ്ഥാനങ്ങളുണ്ട്, ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഡോഗ്മാറ്റിക് ആണ് സഭയുടെ തൃത്വത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം, ദൈവത്വവും ആളത്വവും ചേരുന്നതിനെ കുറിച്ചുള്ള വിശ്വാസം, കന്യാമറിയാമിന്റെ നിത്യകന്യാത്വം, വിശുദ്ധ കൂദാശകളിലുള്ള വിശ്വാസം, പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും നിഷ്ഠയോടുകൂടെയുള്ള ജീവിത ശൈലിയിലും, ഇതൊക്കെ അതിന്റെ ഡോഗ്മാറ്റിക് സൈഡ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന
ഒരു വശമാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സിക്ക് രണ്ട് വശമുണ്ട്: ഓർത്തോഡോക്സ, ഓർത്തോപ്രാക്സിസ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന അവിടെയാണ് സത്യവിശ്വാസം. ഇന്ന് നമ്മൾ കാണിക്കുന്ന പലതും പ്രൊഫഷണലുകാരുടെ നമുക്കറിയാം, ഇതൊന്നും നിർത്താൻ ഒക്കെയില്ല. നമുക്കിപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവനും വേണ്ടി നസറാനായ യേശു അർപ്പിച്ച തിരുശരീരത്തിൽ തന്റെ ബലിയുടെ പുനരാവിഷ്കരണമോ ആവർത്തനം എന്ന് പറയാൻ ഒക്കെയില്ല, എങ്കിലും അതിന്റെ മാനിഫെസ്റ്റേഷൻ, അതാണ് ദൈവബലി, അതാണ് ഏറ്റവും വലിയ മധ്യസ്ഥത. അത് കഴിഞ്ഞ് മധ്യസ്ഥയ്ക്ക് ആവശ്യമില്ല. ഇവരിപ്പോ നമ്മൾ ചെയ്യുന്നത് എന്താ? ജന്മദിനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന, കല്യാണം കഴിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ടിപ്പിക്കൽ പ്രൊട്ടസ്റ്റന്റ്. ഇതൊന്നും ഓർത്തഡോക്സ് സഭയുടേതല്ല, ഇതൊക്കെ കടമെടുത്തതാണ്. ഇത് കൂട്ടിക്കൂട്ടിക്കൊണ്ട് വരിക. അനുഷ്ഠാനങ്ങളുടെ വർധനവ് പ്രൊട്ടസ്റ്റന്റുകാർ എന്തെല്ലാം കാണിച്ചു വെച്ചോ അതെല്ലാം ഈ സഭയിലോട് കൂട്ടിച്ചേർത്ത ഈ സഭ വിശ്വാസത്തിൽ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയണം. തോമായുടെ മാർഗം ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം തനതായിട്ടുള്ളത് സംരക്ഷിക്കണം. ആ തനതായിട്ടുള്ള സംരക്ഷണത്തിൽ കൂദാശകളിലുള്ള അർത്ഥവത്തായ പങ്കാളിത്തം, രണ്ടു നേരമുള്ള പ്രാർത്ഥന, ചേപ്പാട്ട് തിരുമേനിയുടെ സത്യവിശ്വാസം സംരക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ചേപ്പാട്ട് പള്ളിയിൽ രണ്ടുപേരം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങളും രണ്ടുപേരം പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്ക് എന്ത് സത്യവിശ്വാസ സംരക്ഷണമോ പ്രിയരെ? നോമ്പ് നാം നോക്കുന്നുണ്ടോ? ഉപവസിക്കുന്നുണ്ടോ? എന്ത് സത്യവിശ്വാസ സംരക്ഷണമാണ്? സൗകര്യമുള്ളതുപോലെ ഏതാണ്ടൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെയിരിക്കും ഒരു തീർത്ഥാടനം നടത്തും, അങ്ങനെയിരിക്കും കുറെ പള്ളിക്ക് ചില സംഭാവന കൊടുക്കും, ഉദ്ദേശ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും നേർച്ച നേരും. ഇതൊന്നും ഓർത്തഡോക്സിയല്ല. ഓർത്തഡോക്സിയുടെ പരമമായ ലക്ഷ്യം ദൈവീകരണമാണ്. മനുഷ്യൻ ദൈവ സ്വഭാവമുള്ളവനായി മാറണം, വേറെ ഒന്നിനും വേണ്ടിയല്ല. കുർബാന കാണുന്നു, കുർബാനയെ സംബന്ധിക്കുന്നു, കുർബാനയെ അനുഭവിക്കുന്നതും ദൈവ സ്വഭാവമുള്ളവരായി മനുഷ്യർ മാറാൻ വേണ്ടിയാണ്. ഈ പെരുന്നാൾ കൊണ്ടാടുന്നത് ദൈവ സ്വഭാവമുള്ളവരായി ഈ ജനത രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. നമ്മളെ ദൈവ സ്വഭാവമുള്ളവരാക്കുന്നവരാണോ ഈ പെരുന്നാൾ നിങ്ങൾ ഞാൻ കൊണ്ടാടുന്നത്? മനുഷ്യർ തമ്മിൽ കലഹിക്കാൻ മുഖാന്തരമാകുന്നെങ്കിൽ ദൈവശാപം വരെ പിടിച്ചു വരുത്തില്ലേ? ചെയ്യരുത്. വളരെ ഭയഭക്തിയോടുകൂടി വേണം ദേവാലയത്തോട് ബന്ധപ്പെടാൻ, ആരാധനയോട് ബന്ധപ്പെടാൻ. ആ ഭക്തിയെല്ലാം പോയി, ഔദാശി അനുഭവങ്ങൾ അകന്നു പോയി. ഔദാശി അനുഷ്ഠിക്കുന്ന വൈദികരോട് ബഹുമാനവും ആദരവും ഇല്ലാതെയായി, മേൽപ്പെട്ടക്കാരെ അനുസരിക്കാത്തവരായി. എന്ത് സത്യവിശ്വാസം നിങ്ങളെ ഞാൻ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു? ശരിയാവുകയില്ല പ്രിയരെ. ഇതല്ല ചേപ്പാട്ടിന്റെ പെരുന്നാളിൽ നിങ്ങൾ ഞാനും മനസ്സിലാക്കേണ്ടത്. സത്യവിശ്വാസത്തിന് സംരക്ഷണം, അത് വിശ്വാസ പ്രഖ്യാപനങ്ങളെ സ്വീകരിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ദൈവാശ്രയബോധമുള്ളവരായി, ഹൃദയവിശുദ്ധിയുള്ളവരായി. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തെയോസിസ്. അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ സമയം എടുക്കുന്നില്ല. 8 മണിക്ക് റാസോട് എന്ന സമയമാണ്. ദൈവീകരണം, ദൈവ സ്വഭാവമുള്ളവരായി രൂപാന്തരപ്പെടാൻ. കേന്ദ്രത്തിന് പുസ്തകമുണ്ട്, സൈലന്റ് റൂട്ട്സ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം വായിക്കുമ്പോഴേ ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, ആരാധനയിൽ നിൽക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണു നിറയണം, ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകണം, മുറുക്കുണ്ടാകണം, വേദനിക്കണം, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കണം, കണ്ണുനീര് വേണം. നാളെ ഈ പള്ളിയിൽ ആരാധിക്കുമ്പോൾ ഈ വിശ്വാസികളുടെ മുഴുവനും കണ്ണുനീരുണ്ടാകണം. എന്തെങ്കിലും തെറ്റുകൾ ആര് ചെയ്താലും, അച്ഛൻ ചെയ്താലും, ഞാൻ ചെയ്താലും നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം, കണ്ണുനീരുണ്ടാകണം. കണ്ണുനീരാണ് ഓർത്തഡോക്സ് ആത്മീയതയിൽ പ്രധാനം. ദൈവത്തിന്റെ സാന്നിധ്യം നോക്കുമ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം, അനുതാപിക്കണം. അനുതാപമില്ല, പശ്ചാത്താപമില്ല, ദൈവഭയമില്ല, അഹന്തയോടെ താഴ്മയില്ല, വിനയമില്ല. നിങ്ങൾ ഞാൻ ജീവിച്ചാൽ ഇതാണോ സത്യവിശ്വാസ സംരക്ഷണം? ഇതാണോ ജയപാഠത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഹൃദയത്തിന് അനുതാപത്തോടുകൂടി സഭയുടെ വിശ്വാസം യഥാർത്ഥത്തിൽ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ചുമതലയുള്ളവരായി. പാശ്ചാത്യം ഒന്ന് നമ്മൾ കുറ്റപ്പെടും, അവർക്ക് അവരുടെ വഴി, കത്തോലിക്ക സഭയ്ക്ക് അവരുടെ വഴി, പ്രോട്ടസ്റ്റന്റുകാർക്ക് അവരുടെ വഴി. പക്ഷെ തോമായുടെ മാർഗത്തിന് ഒരു മാർഗമുണ്ട്.
അത് ഞാൻ മനസ്സിലാക്കണം. അത് ഓർത്തഡോക്സരുടെ മാർഗമാണ്, അത് ഓർത്തഡോക്സിയാണ്, ഓർത്തോപ്രാക്സിസാണ്. ഡോഗ്മ മാത്രമല്ല, കൃത്യനിഷ്ഠയോടുകൂടെ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രാർത്ഥിക്കുക, നോമ്പനുഷ്ഠിക്കുക, ഉപവസിക്കുക, ഹൃദയം വിശുദ്ധമാവുക. അതാണ് ഏറ്റവും പ്രധാനം. ഹൃദയം വിശുദ്ധമാകാതെ ഹൃദയത്തിൽ കാലുഷ്യം വെച്ചുകൊണ്ട് ആരാധന സംബന്ധിച്ചാൽ അത് ഓർത്തഡോക്സ് ആരാധനയാവുകയില്ല. ആരാധന 5 പേരും നടത്തുന്നുണ്ടായിരിക്കാം. ആശ്രമത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഡെസേർട്ട് ഫാദേഴ്സിന്റെ ഒക്കെ വായിക്കുമ്പോഴേ ഒട്ടേറെ കഥകൾ ഇതുപോലെയുള്ളതൊക്കെ ഉണ്ട്. മരുഭൂമിയിലെ പിതാക്കന്മാർ. അതിനകത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ വന്ന് ചേർന്നു. നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. അവനെ കണ്ടപ്പോൾ തന്നെ ആശ്രമത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അവനെ ദൈവസമർപ്പണമുള്ളവനാണെന്ന് കരുതി അവനെ ആശ്രമത്തിൽ ചേർത്തു. അവനെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇവന്റെ മുഖത്ത് ഉണ്ടായിരുന്ന ശോഭ കുറഞ്ഞു വരിക. അപ്പോഴേ ആശ്രമത്തിലെ നിഷ്ഠകളെല്ലാം അവൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പ്രാർത്ഥന നടത്തുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ആശ്രമത്തിന്റെ മഠാധിപതി ആശ്രമത്തിന്റെ ആപത്ത് വിളിച്ചു ചോദിച്ചു, കുഞ്ഞെ, നീ ഇത്രയും ദിവസം ഇവിടെ താമസിച്ചിട്ട് ഈ നിഷ്ഠകളൊക്കെ അനുഷ്ഠിച്ചിട്ട് നിന്റെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ. അയ്യോ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ്? എനിക്കും തോന്നുന്നുണ്ട് എന്റെ ഹൃദയത്തിനൊരു സന്തോഷമില്ല. അപ്പോൾ ആ സന്യാസി ചോദിച്ചു, കുഞ്ഞെ, നിന്റെ മനസ്സിൽ ആരോടെങ്കിലും കാലുഷ്യമുണ്ടോ? എനിക്ക് കാലുഷ്യമൊന്നുമില്ല, പക്ഷെ അപ്പനെയും അമ്മയും ധിക്കരിച്ചാണ് ഞാൻ ഈ ആശ്രമത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. കുഞ്ഞെ, നിനക്ക് ജന്മം തന്ന അപ്പനെയും അമ്മയും ധിക്കരിച്ചുകൊണ്ട് നീ ആശ്രമത്തിൽ സന്യാസിയാകാമെന്നിരിക്കുക അല്ലേ? നിന്നെ ഇവിടെ ആവശ്യമില്ല. നീ പോയി നിന്റെ അപ്പനെയും അമ്മയും കണ്ടു വന്നിച്ച് അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമ ചോദിച്ച് അവരുടെ അനുഗ്രഹത്തോടെ നീ ആശ്രമത്തിൽ വന്നാട്ടെ. അവിടെ നിനക്ക് അനുഗ്രഹം ലഭിക്കും. ഹൃദയത്തിന്റെ കാലുഷ്യം, ഹൃദയത്തിന്റെ ചിന്തകൾ, ആലോചന, അവിടെ അല്പം പോലും കാലുഷ്യം ഉണ്ടാകാനിടയാവരുത്. ഇതൊക്കെ വെച്ചുകൊണ്ട് പെരുന്നാൾ കൊണ്ടാടിയാൽ അനുഗ്രഹമായിരിക്കുമോ ശാപമായിരിക്കുമോ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഓർത്തഡോക്സി ഹൃദയ വിശുദ്ധീകരണത്തിൻ്റെതാണ്. ഓരോ പെരുന്നാളും നമ്മളെ വിശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാലുഷ്യം, പക, തിന്മ, അസൂയ, വിദ്വേഷം, സ്വാർത്ഥത, അഹങ്കാരം ഇതെല്ലാം മാറ്റിക്കളയണം. ഇതിനുവേണ്ടി ആരാധന, അല്ലാതെ വലിയ വലിപ്പം കാണിക്കാനുള്ളതൊന്നും അല്ല. റാസയും ഈ പ്രകടനമൊന്നുമല്ല ഓർത്തഡോക്സി. ഓർത്തഡോക്സി ഹൃദയ വിശുദ്ധീകരണമാണ്. ആ ഹൃദയ വിശുദ്ധീകരണം സംഭവിക്കാത്ത ഒന്നിലും ഓർത്തഡോക്സി ഇല്ല. ആണ് ശരിയായ വിശ്വാസം. ചേപ്പാട് തിരുമേനിയുടെ കാലത്ത് തിരുമേനിക്ക് ഒരു പുസ്തകം പോലും, ഒരു ലേഖനം പോലും സത്യവിശ്വാസത്തെ കുറിച്ച് തരാനില്ലാത്ത ഒരു കാലമായിരുന്നു. എങ്കിലും അദ്ദേഹം നമുക്കൊരു കാര്യം തന്നു. എന്ത്? ആരാധനയിൽ പ്രകടമായ സത്യവിശ്വാസം. അതിനുശേഷം കാലം മാറിയപ്പോൾ സഭയ്ക്ക് ഒത്തിരി പണ്ഡിതന്മാരുണ്ടായി. സത്യവിശ്വാസം എന്താന്ന് ഇപ്പൊ നമുക്ക് അനേകം പുസ്തകങ്ങളിലൊക്കെ നമുക്ക് ലഭ്യമാണ്. അതിന്റെ അർത്ഥം എന്താന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. പക്ഷെ ജീവിതം മാത്രം ഒത്തുചേരുന്നില്ല. അതുകൊണ്ട് തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥ സംരക്ഷകരായി തീരുവാൻ നിങ്ങൾക്ക് എനിക്കും ഭാഗ്യമുണ്ടാകണം. ആ വഴിക്ക് ചിന്തിക്കണം. ഹൃദയ മുറുക്കത്തോടെ ആരാധനയിൽ പങ്കെടുക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ വളരെ അനുതാപത്തോടെ ഈ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ണുനയോടുകൂടി ആരാധനയെ സംബന്ധിക്കണം. അതിനുള്ള വിവേകവും ദൈവകൃപയും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ചേപ്പാട് തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും.